നമസ്കാരം. വേ ടു സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ് ഫിസിക്സ് പാഠപുസ്തകത്തിലെ 3ാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പാഠമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പവർ സ്റ്റേഷനിൽ നിന്നും വീട്ടാവശ്യത്തിനും ഇൻഡസ്ട്രിയൽ ആവശ്യത്തിനുമുള്ള വൈദ്യുതി എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഗൃഹവൈദ്യുതീകരണം അഥവാ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ ഒരു ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിൻ്റെ അഥവാ ട്രീ സിസ്റ്റത്തിൻ്റെ ചിത്രീകരണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണാം, ഇലക്ട്രിക് പോസ്റ്റിലൂടെ 3 ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനുമാണ് പാസ് ചെയ്ത് പോകുന്നത്. ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് നമ്മുടെ വീട്ടിലെ വാട്ട് അവർ മീറ്ററിലേക്കാണ് ഫസ്റ്റ് കണക്ഷൻ വരുന്നത്. അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് ഫേസ് ലൈൻ അഥവാ ലൈവ് ലൈനും ന്യൂട്രൽ ലൈനുമാണ് വാട്ട് അവർ മീറ്ററിലേക്ക് വരുന്നത്. ആ വാട്ട് അവർ മീറ്ററുമായിട്ട് മെയിൻ ഫ്യൂസ് കണക്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ ഫ്യൂസിലേക്ക് പോകുന്നത് ഫേസ് ലൈൻ അഥവാ ലൈവ് ലൈനാണ്. അതുകൂടാതെ ന്യൂട്രൽ ലൈനും പിന്നെ ഗ്രീൻ കളറിൽ അവിടെ കാണിച്ചിരിക്കുന്നതാണ് എർത്ത് ലൈൻ. ഇവ രണ്ടും കൂടെ എവിടെ എത്തുന്നുണ്ട്? മെയിൻ സ്വിച്ചിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ മെയിൻ ഫ്യൂസിലേക്ക് പോകുന്ന ഫേസ് ലൈൻ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഫേസ് ലൈൻ മെയിൻ സ്വിച്ചിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ന്യൂട്രൽ ലൈനും എർത്ത് ലൈനും മെയിൻ സ്വിച്ചിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ സ്വിച്ചിൽ നിന്നും എർത്ത് ലൈൻ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് നോക്കിയേ? സ്വിച്ച് ബോർഡിലെ പിൻ ഇ എന്ന് പറയുന്ന പിന്നിലേക്കാണ് എർത്ത് ലൈന് പോകുന്നത്. അപ്പോൾ ഈ മെയിൻ സ്വിച്ചിൽ നിന്ന് പിന്നെ ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും ELCBയിലേക്കാണ് പോകുന്നത്. അതായത് ഇലക്ട്രിക് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും. ഇതും ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. മെയിൻ സ്വിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇലക്ട്രിക് കറണ്ടിന് ലീക്കേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കും. അവിടെ നിന്ന് പിന്നീട് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്കാണ് പോകുന്നത്. പല പല ഡിവൈസിലേക്ക് കണക്ഷൻ പോകുന്നു. ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനിൽ നമ്മൾ പാരലൽ കണക്ഷനാണ് ഉപയോഗിക്കുന്നത്. ഈ ഫിഗറിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. നമുക്കതൊന്ന് നോക്കാം. നമ്മുടെ വീട്ടിലേക്കുള്ള വൈദ്യുത ലൈൻ ആദ്യം ബന്ധിപ്പിക്കുന്നത് ഏത് ഉപകരണത്തിലേക്കാണ്? നമ്മുടെ വീട്ടിലേക്കുള്ള വൈദ്യുത ലൈൻ ആദ്യം ബന്ധിപ്പിക്കുന്നത് വാട്ട് അവർ മീറ്ററിലേക്കാണ്. KWH നമ്മൾ എഴുതും. എർത്ത് ലൈൻ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? അതും വാട്ട് അവർ മീറ്ററിൽ നിന്നാണ് നമ്മുടെ വീട്ടിലെ എർത്ത് ലൈൻ ആരംഭിക്കുന്നത്. വാട്ട് അവർ മീറ്റർ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത എന്ത്? നമ്മൾ എന്തോരം കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത്, എന്തോരം പവർ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ട് അവർ മീറ്റർ ഉപയോഗിക്കുന്നത്. ഏതു ലൈനിലാണ് ഫ്യൂസുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്? ഫ്യൂസുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് ഫേസ് ലൈൻ അഥവാ ലൈവ് ലൈനിലേക്കാണ് ഫ്യൂസ് കണക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, മെയിൻ സ്വിച്ചിൻ്റെ ധർമ്മം എന്താണ്? ഇതിൻ്റെ സ്ഥാനം സർക്യൂട്ടിൽ എവിടെയാണ്? മെയിൻ സ്വിച്ചിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ടിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ സ്വിച്ചിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഇനി സർക്യൂട്ടിൽ എവിടെയാണ് മെയിൻ സ്വിച്ചിൻ്റെ സ്ഥാനം എന്ന് ചോദിച്ചാൽ ഫ്യൂസ് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് അല്ലേ. തൊട്ടടുത്ത കണക്ഷൻ പോകുന്നത് എങ്ങോട്ടാണ്? മെയിൻ സ്വിച്ചിലേക്കാണ്. ഇനി ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ടിൽ ഫേസും ന്യൂട്രലും അല്ലാതെ മൂന്നാമത്തെ ലൈൻ ഏതാണ്? എർത്ത് ലൈനാണ് അല്ലേ. ഗ്രീൻ കളർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ അറിയാം. ഇനി ഫേസ്, ന്യൂട്രൽ, എർത്ത് എന്നീ ലൈനുകൾക്ക് ഏതെല്ലാം നിറങ്ങളിലുള്ള വയറുകളാണ് ഉപയോഗിക്കുന്നത്? ഫേസ് ലൈനിന് റെഡ് കളറിലെ വയറാണ് ഉപയോഗിക്കാറ്. ന്യൂട്രൽ ലൈനാണെങ്കിൽ ബ്ലാക്ക് കളറാണ്. എർത്ത് ലൈനാണെങ്കിൽ ഗ്രീൻ കളറിലെ വയറുകളാണ് ഉപയോഗിക്കാറ്. 3 പിൻ സോക്കറ്റിൽ എർത്ത് വയർ ഘടിപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? കണക്റ്റഡ് ടു എർത്ത് പിൻ ഇ. ഗാർഹിക ഉപകരണങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണ്? സമാന്തരമായിട്ടല്ലേ, പാരലലായിട്ടാണ് ഗാർഹിക ഉപകരണങ്ങളൊക്കെ നമ്മൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ഉപകരണങ്ങൾ സമാന്തര രീതിയിൽ ഘടിപ്പിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തെല്ലാമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. രേഖപ്പെടുത്തിയ പവറിനനുസരിച്ച് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ പാരലൽ കണക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പവറിൽ എന്ത് പവറാണോ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ പവറിനനുസരിച്ച് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നു. ഉപകരണങ്ങളെ സ്വിച്ച് ഉപയോഗിച്ച് യഥേഷ്ടം നിയന്ത്രിക്കാൻ കഴിയുന്നു. അപ്പം ഒരു ഡിവൈസ് മാത്രം ഇപ്പോൾ ഫങ്ഷൻ ചെയ്താൽ മതിയെങ്കിൽ അതിന് സ്വിച്ച് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് മാത്രമല്ലേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഉപകരണങ്ങളെ നമുക്ക് സ്വിച്ച് ഉപയോഗിച്ച് യഥേഷ്ടം നിയന്ത്രിക്കാൻ കഴിയുന്നു. ഫെയിലർ ഓഫ് വൺ ഡിവൈസ് വിൽ നോട്ട് അഫക്റ്റ് ദ അതർ. നമ്മൾ ഏതെങ്കിലും ഒരു ഡിവൈസ് കേടായി പോയി എന്ന് കരുതി തൊട്ടടുത്തിരിക്കുന്ന ഡിവൈസ് വർക്ക് ചെയ്യാതെ ഒന്നും ഇരിക്കില്ല. പക്ഷേ സീരീസ് കണക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം, ഒരു ബൾബ് ഫ്യൂസായി പോയി കഴിഞ്ഞാൽ ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ എന്ത് ചെയ്യും? അവിടെ ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. തൊട്ടടുത്തിരിക്കുന്ന ബൾബൊന്നും പിന്നീട് കത്തില്ല. പക്ഷേ പാരലൽ കണക്ഷൻ ആകുമ്പോൾ ആ പ്രശ്നം വരുന്നുണ്ടോ? ഇല്ല. ഇനി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവായിരിക്കും.
ഫോർ ഈച്ച് ഡിവൈസ് സെയിം വോൾട്ടേജ് വിൽ ഒബ്റ്റെയിൻ. ഓരോ ഡിവൈസിനും ഒരേപോലത്തെ വോൾട്ടേജ് തന്നെ കിട്ടും. അടുത്തത് വാട്ട് അവർ മീറ്റർ ആണ്. വൈദ്യുതോർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. വൈദ്യുതോർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വാട്ട് അവർ മീറ്റർ ആണ്. കിലോ വാട്ട് അവർ യൂണിറ്റ് ആണ് വൈദ്യുതോർജ്ജം അളക്കുന്നത്. കിലോ വാട്ട് അവർ യൂണിറ്റിലാണ് വൈദ്യുതോർജ്ജം അളക്കുന്നത്. ഇത് യൂണിറ്റ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? കിലോ വാട്ട് അവർ തന്നെയാണ്. അപ്പോൾ ഒരു യൂണിറ്റ് വൈദ്യുതോർജ്ജം എന്ന് പറഞ്ഞാൽ ഒരു കിലോ വാട്ട് അവർ തന്നെയാണ്. വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റ് കിലോ വാട്ട് അവർ ആണ്. ഇപ്പോൾ ഏതാണ് വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യാവസായിക യൂണിറ്റ് എന്ന് പറയുന്നത്? കിലോ വാട്ട് അവർ ആണ്. 1000 വാട്ട് അഥവാ 1 കിലോ വാട്ട് പവറുള്ള ഒരു ഉപകരണം 1 മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴാണ് 1 യൂണിറ്റ് വൈദ്യുതോർജ്ജം ഉപയോഗിക്കുന്നത്. അപ്പോൾ 1000 വാട്ട് പവറുള്ള ഒരു ഉപകരണം എത്ര മണിക്കൂർ പ്രവർത്തിക്കണം? 1 മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴാണ് 1 യൂണിറ്റ് വൈദ്യുതോർജ്ജം ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ച വൈദ്യുതോർജ്ജം കണക്കാക്കാനായിട്ട് നമുക്ക് ഒരു സമവാക്യം ഉപയോഗിക്കാം. കിലോ വാട്ട് അവറിലുള്ള ഊർജ്ജം ഈക്വൽ ടു വാട്ടിലുള്ള പവർ ഇൻറ്റു മണിക്കൂറിലുള്ള സമയം ഡിവൈഡഡ് ബൈ 1000. പവർ എന്തിലായിരിക്കണം? വാട്ടിലായിരിക്കണം തരേണ്ടത്. സമയം അവറിലും ആയിരിക്കണം. അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? കിലോ വാട്ട് അവറിലുള്ള ഊർജ്ജമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. 750 വാട്ട് പവർ ഉള്ള ഒരു ഗ്രൈൻഡർ 2 മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴുള്ള വൈദ്യുതോർജ്ജം കണക്കാക്കാം. എന്താണ്? എങ്ങനെ കണ്ടുപിടിക്കാം? കിലോ വാട്ട് അവറിലുള്ള ഊർജ്ജം എന്ന് പറഞ്ഞാൽ വാട്ടിലുള്ള പവർ ഇവിടെ തന്നിട്ടുണ്ടല്ലോ, 750 വാട്ടിൽ തന്നെയല്ലേ തന്നിരിക്കുന്നത്, ഇൻറ്റു അവറിലുള്ള മണിക്കൂറിലുള്ള സമയമാണ് പറയുന്നത് അല്ലേ. അപ്പം ഇൻറ്റു 2 2 മണിക്കൂറും തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. അപ്പം നമുക്ക് 750 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1000 വിച്ച് ഇസ് ഈക്വൽ ടു 1500 ഡിവൈഡ് ബൈ 1000 എന്ന് നമുക്ക് കിട്ടും. അതായത് 1.5 യൂണിറ്റ് അല്ലെങ്കിൽ 1.5 കിലോ വാട്ട് അവർ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അടുത്തൊരു ചോദ്യം നോക്കാം. ഒരു വീട്ടിൽ 20 വാട്ടിൻ്റെ 5 CFL ലാമ്പുകൾ 4 മണിക്കൂറും 60 വാട്ടിൻ്റെ 4 ഫാനുകൾ 5 മണിക്കൂറും 100 വാട്ടിൻ്റെ TV 4 മണിക്കൂറും പ്രവർത്തിക്കുന്നു എങ്കിൽ ഒരു ദിവസം വാട്ട് അവർ മീറ്ററിൽ എത്ര യൂണിറ്റ് ഉപയോഗം രേഖപ്പെടുത്തും? ഇവിടെ ഊർജ്ജം കണ്ടുപിടിക്കാനായിട്ട് വാട്ടിലും അവറിലും ഒക്കെ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളതല്ലേ ഉപകരണങ്ങളൊക്കെ. അപ്പോൾ ഓരോന്നിൻ്റെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് യൂണിറ്റ് കണ്ടുപിടിച്ചിട്ട് എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പോൾ CFL ലാമ്പ് എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ 5 എണ്ണമാണ്. അപ്പോൾ 20 വാട്ട് ഇൻറ്റു 5 എണ്ണം ഇൻറ്റു 4 മണിക്കൂർ ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 0.4 യൂണിറ്റ് നമുക്ക് കിട്ടും. ഇനി ഫാൻ ആണെങ്കിലോ 60 വാട്ടിൻ്റെ 4 എണ്ണമാണ് 5 മണിക്കൂർ വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 60 ഇൻറ്റു 4 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 1000 വിച്ച് ഇസ് ഈക്വൽ ടു 1.2 യൂണിറ്റ് എന്ന് കിട്ടും. ഇനി TV ആണെങ്കിലോ 100 വാട്ടിൻ്റെ ഒരു TV 4 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 100 ഇൻറ്റു 1 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 0.4 യൂണിറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഒരു ദിവസം വാട്ട് അവർ മീറ്ററിൽ എത്ര യൂണിറ്റ് ഉപയോഗം രേഖപ്പെടുത്തും എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ ടോട്ടൽ എടുക്കുക. അപ്പോൾ ടോട്ടൽ പവർ കൺസപ്ഷൻ എത്ര വരും? 0.4 പ്ലസ് 1.2 പ്ലസ് 0.4 അതായത് 2 യൂണിറ്റ് എന്ന് നമുക്ക് കിട്ടും. വൈദ്യുതി വളരെയേറെ അപകട സാധ്യതയുള്ള ഊർജ്ജ രൂപമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പല വിധത്തിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗൃഹവൈദ്യുതീകരണം നടത്തുന്നത്. അപ്പോൾ ഈ സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്നുണ്ടെങ്കിൽ, ഇൻഫോർമേറ്റീവ് ആയിരുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്